പുരുഷൻ പൂർണ്ണത പ്രാപിക്കുന്നത് വിവാഹത്തോടെയാണ്. അതുപോലെ സ്ത്രീക്ക് പൂർണ്ണത വരുന്നത് മാതൃത്വത്തിലൂടെയും. അതിനാൽ വിവാഹം പുരുഷന്റെയും സ്ത്രീയുടെയും പൂർണ്ണതയ്ക്ക് അനിവാര്യമാണ്. യഥാകാലം ഏതൊരു പുരുഷനും വിവാഹം കഴിക്കണം. വിദ്യ, ധനം, കർമ്മം ഇത്യാദികളിൽ തനിക്ക് തുല്യമായ കുലത്തിൽ ജനിച്ചവളെ ആണ് വിവാഹം കഴിക്കേണ്ടത്. അവൾ ചേരുന്നവളും ധർമ്മവിഷയങ്ങളിൽ തന്നോട് സഹകരിക്കുന്നവളും ആയിരിക്കണം. വിവാഹബന്ധം 3 വിധത്തിൽ ആണുള്ളത്. തന്നിൽ തുല്യരുമായി ഉള്ളത് ഉത്തമവും, തന്നിൽ ഉയർന്നവരോടുള്ള വിവാഹം മധ്യമവും, താഴ്ന്നവരുമായിട്ടുള്ളത് അധമവുമാണ്. സ്വജാതി ബന്ധം തന്നെ അഭികാമ്യം. ഏത് നിലയിൽ വീക്ഷിച്ചാലും സമത്വമാണ് വിവാഹബന്ധത്തിന്റെ മാനദണ്ഡവും. മാതാവുമായി രക്തബന്ധം ഇല്ലാത്തതും പിതാവുമായി സഗോത്രബന്ധം ഇല്ലാത്തതുമായ കന്യകയെയാണ് വിവാഹം കഴിക്കേണ്ടത്.